ഓം നമ ശിവായ. ശിവമാർഗം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂക്കാട് ശ്രീ കാഞ്ഞിലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ്. 108 ശിവക്ഷേത്ര പുണ്യദർശന യാത്രയിൽ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ ചേമഞ്ചേരിയിലുള്ള കാഞ്ഞിലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ്. 108 ശിവാലയ സ്തോത്രത്തിൽ ഈ ക്ഷേത്രം എടക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഭംഗിയിൽ പണിതീർത്ത കമാനമുണ്ട്. അമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ മനോഹരമായി പടുത്തു കെട്ടിയ കുളമാണ്. ഒരാൾ പൊക്കമുള്ള ശിവലിംഗത്തിൽ ഭഗവാൻ പരമശിവൻ രൗദ്രഭാവത്തിലാണ്. പടിഞ്ഞാട്ട് ദർശനമായാണ് ഇവിടെ പ്രതിഷ്ഠ. രൗദ്രത കുറയ്ക്കാനാണത്രേ മുന്നിലെ ചിറ. ചിറയുടെ ഇരുവശത്തുകൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഇവിടെ ഉപദേവതകളായി ഭഗവതി, ദക്ഷിണാമൂർത്തി, ഉണ്ണിഗണപതി, മഹാഗണപതി, ശാസ്താവ്, വേട്ടയ്ക്കൊരു മകൻ എന്നിവരാണ്. മഹാഗണപതിയും ശാസ്താവും ഒരു പീഠത്തിലാണ്. എട്ട് ദിവസമാണ് ഉത്സവം. 6ാം വിളക്കായി ശിവരാത്രി. അതാണ് പ്രധാനം. ഒരുക്കങ്ങളാണ് ഈ വീഡിയോയിൽ ആദ്യം കണ്ടത്. ഉത്സവകാലത്ത് ഇവിടെ മത്തവിലാസം കൂത്ത് പതിവുണ്ട്. ആ വഴിപാട് സന്താന ലബ്ധിക്ക് വേണ്ടിയാണ്. ക്ഷേത്രം നമ്പൂതിരി കുടുംബക്കാരുടേതായിരുന്നു. പിന്നീട് സാമൂതിരിയുടെ കീഴിലായി. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. കാശി, കാഞ്ചീപുരം, കാഞ്ഞിരങ്ങാട്, കാഞ്ഞിലശ്ശേരി എന്നീ 4 ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ ഒരേ ദിവസം കശ്യപ മഹർഷി നിർവഹിച്ചു പോലും. അതിൽ ഒടുവിലത്തേതായിരുന്ന കാഞ്ഞിലശ്ശേരിയിലെ പ്രതിഷ്ഠാവേളയിൽ മുഹൂർത്തം കഴിഞ്ഞുപോയെന്ന് മഹർഷിക്ക് സംശയമുണ്ടായി. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ കയ്യിലെടുത്തപ്പോൾ ചെവിയിൽ ഒരു അശരീരി മുഴങ്ങി. കഴിഞ്ഞിട്ടില്ല, ശേരി പ്രതിഷ്ഠിച്ചോളൂ. മഹർഷി ഉടനെ പ്രതിഷ്ഠിച്ചു. കഴിഞ്ഞില്ല ശേരി കാഞ്ഞിലശ്ശേരിയായി തീർന്നു. പരശുരാമ പ്രതിഷ്ഠിതമാണെന്നും കേൾവിയുണ്ട്. ക്ഷേത്രത്തിന് വടക്കായി ശ്രീകൃഷ്ണ ക്ഷേത്രം പണിതിട്ടുണ്ട്. ആദ്യകാലത്ത് ക്ഷേത്ര നാലമ്പലത്തിനകത്തുണ്ടായിരുന്ന ശ്രീകൃഷ്ണനെ കാലത്ത് ദേവപ്രശ്ന വിധി അനുസരിച്ച് പുറത്ത് പ്രത്യേക ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചതാണ്. കിഴക്കോട്ടാണ് ദർശനം. ഉപദേവനായി ഗണപതിയുണ്ട്. ഇവിടെ 4 അമ്പലവും തിടപ്പള്ളിയും എല്ലാം ഉണ്ട്. ശംഭോ മഹാദേവ.